നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ LDF-നൊപ്പം നിന്ന മണ്ഡലമാണ് കാസർഗോഡ് ജില്ലയിലെ ഉദുമ. കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലത്തിൽ ജനവിധി എന്താകും? കോൺഗ്രസിനുള്ളിലെ ഭിന്നത BJPക്ക് വോട്ടാകുമോ എന്ന ആകാംക്ഷയും ആ മണ്ഡലത്തിലുണ്ട്. കാണാം ഇലക്ഷൻ ഡയറി. മണ്ഡല രൂപീകരണത്തിന് ശേഷം ഒരു തവണ മാത്രമാണ് ഉദുമ LDF-നെതിരായി വിധി എഴുതിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് MLAയും നിലവിലെ LDF സ്ഥാനാർത്ഥിയുമായ CH കുഞ്ഞമ്പു 13,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് എത്തിയത്. തദ്ദേശ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലമനുസരിച്ച് UDF-ന്റെ A ക്ലാസ് മണ്ഡലമായ ഉദുമയിൽ ഇത്തവണ ഫലമെന്താകും? കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറി ഇത്തവണ ആർക്ക് ഗുണമാകും? ചെമ്മനാട്, ദേലമ്പാടി, ബേഡെടുക്ക, മുളിയാർ, കുറ്റിക്കോൽ, പള്ളിക്കര, പുല്ലൂർ പെരിയ, ഉദുമ പഞ്ചായത്തുകൾ ഉൾപ്പെട്ടതാണ് ഉദുമ നിയമസഭാ മണ്ഡലം. 1987 KP കുഞ്ഞിക്കണ്ണൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ചതൊഴിച്ചാൽ മറ്റെല്ലാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും മണ്ഡലം LDF-നൊപ്പം നിന്നു. സിറ്റിംഗ് MLA CH കുഞ്ഞമ്പുവിനെയാണ് ഇത്തവണയും LDF കളത്തിലിറക്കിയത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങൾക്കൊടുവിൽ KPCC ജനറൽ സെക്രട്ടറി K നീലകണ്ഠൻ UDF-നായി മത്സര രംഗത്തെത്തി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി മനുലാൽ മേലത്തിനെ യുവമുഖമായാണ് NDA പോരിനിറക്കിയത്. 5 വർഷത്തെ വികസന നേട്ടവും മണ്ഡലത്തിലെ ജനകീയ മുഖവുമാണ് LDF സ്ഥാനാർത്ഥി CH കുഞ്ഞമ്പുവിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ തവണ വോട്ട് തന്നതിന് പ്രത്യുപകാരമായി ഞാൻ എൻ്റെ 5 വർഷം നന്നായി സർക്കാരിൽ ഇടപെട്ട് മണ്ഡല വികസനത്തിലൊക്കെ നന്നായി കാര്യങ്ങൾ ചെയ്തു എന്ന ബോധ്യം ഞങ്ങൾക്ക്. അതുകൊണ്ട് നല്ല വോട്ട് കിട്ടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു 30,000-ന് മേലെ ഞാൻ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു. DCC വൈസ് പ്രസിഡന്റ് BP പ്രദീപ് കുമാറിനെയും KPCC ജനറൽ സെക്രട്ടറി ഹക്കീം കുന്നിലിനെയും വെട്ടി K നീലകണ്ഠൻ UDF സ്ഥാനാർത്ഥിയായതോടെ പാർട്ടിക്കുള്ളിൽ ഉടലെടുത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാൻ UDF നേതൃത്വത്തിനായിട്ടുണ്ട്. തദ്ദേശ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ UDF മണ്ഡലത്തിലുണ്ടാക്കിയ നേട്ടം ആവർത്തിക്കാനാകുമെന്നാണ് K നീലകണ്ഠന്റെ കണക്കുകൂട്ടൽ. ജനാധിപത്യത്തിന് 100% ജയിക്കൂടെ? നല്ല ആവേശമാണ്. എല്ലാവർക്കും പ്രവർത്തകർക്ക് ആവേശമാണ്. നമുക്കല്ല, പ്രവർത്തകർക്കുള്ള ആവേശം കാണുമ്പോൾ നമുക്ക് അതിനകത്ത് ജയിച്ചു എന്ന് ഉറപ്പിക്കാം. കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറിയും യുവ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചതും തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാനാകുമെന്ന് NDA ക്യാമ്പ് വിലയിരുത്തുന്നു. മഞ്ചേശ്വരത്തും മുതുമയിലും CPIM-ഉം മുസ്ലിം ലീഗും തമ്മിലുള്ള ഡീലുണ്ടെന്ന് NDA സ്ഥാനാർത്ഥി മനുലാൽ മേലത്ത്. BJP ഇപ്രാവശ്യം വിജയത്തിൽ കുറഞ്ഞ ഒന്നുമല്ല ഈ മണ്ഡലത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 100% വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പള്ളിക്കര, ഉദുമ, മുളിയാർ, ചെമ്മനാട് പഞ്ചായത്തുകളിൽ UDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പുറകോട്ട് പോകുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിലെ അതൃപ്തിയാണെന്നാണ് ഉയരുന്ന ആരോപണം. കല്യൂട്ട് ഇരട്ടക്കൊലപാതകം നടന്ന പുല്ലൂർ പെരിയ പഞ്ചായത്തിലുൾപ്പെടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകുമെന്നാണ് LDF-ന്റെ വിശ്വാസം. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാർട്ടിക്കുള്ളിലെ ഭിന്നത പരിഹരിച്ച് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായത് ഗുണം ചെയ്യുമെന്നാണ് UDF ക്യാമ്പിന്റെ വിലയിരുത്തൽ. കോൺഗ്രസിനുള്ളിലെ പൊട്ടിത്തെറിയും ഇരുമുന്നണികളെയും പുറകിലാക്കി പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നേറാനായതും NDA ക്യാമ്പിനെയും ആവേശത്തിലാക്കിയിട്ടുണ്ട്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുമെന്നാണ് LDF-ന്റെ പ്രതീക്ഷ. ഉദുമയിൽ നിന്ന് അരുൺ പാറക്കൽ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.